അൻവർ കോൺഗ്രസിലേക്ക്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് ന്യൂസ് എയ്റ്റീൻ ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ആദ്യം ആ വാർത്തയിലേക്ക്. സിപിഎമ്മുമായി തെറ്റിയ നിലമ്പൂർ എംഎൽഎ പി.വി. അൻവർ കോൺഗ്രസിലേക്ക്. രമേശ് ചെന്നിത്തലയുടെ സാന്നിധ്യത്തിൽ എഐസിസി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലുമായി അൻവർ കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാന നേതൃത്വം അറിയാതെയാണ് നീക്കം. എം.ജി. മിഥുനുമൊപ്പം ഡാൻ കുര്യനും ചേരും. വിവരങ്ങളുമായി ആദ്യം എം.ജി. മിഥുനിലേക്ക്. മിഥുൻ, അതിപ്രധാനപ്പെട്ട വാർത്ത, പി.വി. അൻവർ കോൺഗ്രസിലേക്ക് എത്തുന്നു. എന്തായാലും ആദ്യം LDF-ൽ, പിന്നെ തെറ്റിപ്പിരിഞ്ഞ ഒറ്റയാൻ പോരാട്ടം, ആ LDF സർക്കാരിനെതിരെ ഒറ്റയാൻ പോരാട്ടം നടത്തുമ്പോൾ തന്നെ അഭ്യൂഹമുണ്ടായിരുന്നു പി.വി. അൻവർ കോൺഗ്രസിലേക്കോ എന്ന്. ഇപ്പോൾ ആ വാർത്തയിൽ ഒരു സ്ഥിരീകരണം വരികയാണോ? എന്താണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? ഭവ്യ, കഴിഞ്ഞ കുറച്ച് നാളുകളായി പി.വി. അൻവർ എങ്ങോട്ടേക്കാണ് എന്നുള്ള തരത്തിലുള്ള വാർത്തകളായിരുന്നു പ്രചരിപ്പിച്ചിരുന്നത്. അതിലൊരു വ്യക്തതയാണ് ഇപ്പോൾ വരുന്നത്. കോൺഗ്രസിലേക്ക് തിരികെ പി.വി. അൻവർ മടങ്ങിയെത്തുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് വ്യക്തമാവുകയും ചെയ്തത്. ഇത് സംബന്ധിച്ചുള്ള കൂടിയാലോചനകൾ അത് ഡൽഹിയിൽ കേന്ദ്രീകരിച്ചായിരുന്നു നടന്നത്. വ്യാഴാഴ്ച ഉച്ചയോടുകൂടി കെ.സി. വേണുഗോപാലിന്റെ ഡൽഹിയിലെ വസതിയിലെത്തിയായിരുന്നു പി.വി. അൻവർ കൂടിക്കാഴ്ച നടത്തിയത്. പി.വി. അൻവറിനൊപ്പം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇവർ മൂന്നുപേരുമായിരുന്നു ഈ പി.വി. അൻവറിന്റെ കോൺഗ്രസിലേക്കുള്ള മടങ്ങിവരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തത്. വ്യാഴാഴ്ച ഉച്ചയോടുകൂടിയായിരുന്നു ഡൽഹിയിലെ കെ.സി. വേണുഗോപാലിന്റെ വസതിയിൽ ഈ കൂടിക്കാഴ്ച നടത്തിയത്. അതിനു മുമ്പും ഡൽഹിയിലെത്തി കെ.സി. വേണുഗോപാലുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കേരള ഹൌസിലെത്തി നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. കാരണം ആദ്യം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നത് ഉപതെരഞ്ഞെടുപ്പ് കേന്ദ്രീകരിച്ചായിരുന്നു. ആ സമയത്ത് ചേലക്കരയിലെ സ്ഥാനാർത്ഥിത്വം അത് പിൻവലിക്കണം എന്നുള്ള ആവശ്യം നേരത്തെ പി.വി. അൻവർ മുന്നോട്ട് വെച്ചിരുന്നു. പി.വി. അൻവർ ഉദ്ദേശിക്കുന്ന ആ സ്ഥാനാർത്ഥിയുമായി കോൺഗ്രസ് സഹകരിക്കണം എന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. അതിന് പ്രതിപക്ഷ നേതാവ് നൽകിയ മറുപടി ഉണ്ടായിരുന്നു. അത്തരത്തിൽ സ്ഥാനാർത്ഥി പിൻവലിച്ചുള്ള കാര്യം അതൊരു ബാലിഷ്യമായിട്ടുള്ള പരാമർശമായിരുന്നു. അത്തരത്തിൽ ഒരു തമാശ പറയല്ലേ നടക്കുന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടായിരുന്നു ബി.ഡി. സതീശൻ അന്ന് പി.വി. അൻവറിന് മറുപടി നൽകിയത്. ആ സമയത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ ഭൂരിഭാഗം ആളുകൾക്കും പി.വി. അൻവർ തിരികെ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, അദ്ദേഹത്തിന്റെ കടന്നുവരവ് വലിയ രീതിയിൽ കൂടി ഒരു ശക്തി കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ടാകുമെന്നുള്ള തരത്തിലുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ പി.വി. അൻവറിനെ ഉൾക്കൊള്ളാൻ പാർട്ടി തയ്യാറായിരുന്നു. പക്ഷേ പിന്നീട് അത് വഴിതെറ്റി പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തു. കൂടാതെ തന്നെ KPC അധ്യക്ഷൻ കെ സുധാകരന്റെ പരാമർശമുണ്ടായിരുന്നു. അതായത് രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള DNA പരാമർശങ്ങളടക്കം പി.വി. അൻവർ നടത്തിയിരുന്നു. ഇതൊക്കെ പരസ്യമായി പിൻവലിച്ചുകൊണ്ട് മാപ്പ് പറഞ്ഞുകൊണ്ട് കടന്നു വന്നാൽ കോൺഗ്രസിലേക്ക് എടുക്കാം പി.വി. അൻവറിനെ എന്നുള്ള കാര്യം, അല്ല അത്തരത്തിലുള്ളൊരു നിലപാട് KPC അധ്യക്ഷൻ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു. പക്ഷേ പരസ്യമായി മാപ്പ് പറയാൻ തയ്യാറായില്ല എങ്കിൽ പോലും തന്നെ അത്തരത്തിൽ DNA പരാമർശം അത് മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണ്. രാഹുൽ ഗാന്ധിയുമായും ഒപ്പം തന്നെ ഗാന്ധി കുടുംബമായും തന്റെ കുടുംബത്തിനും പിതാവിനുമുള്ള ബന്ധം, അത് മുൻകാലങ്ങളിലുള്ള ബന്ധം കൂടി എടുത്തു പറഞ്ഞുകൊണ്ട് ആ ഒരു വിവാദം അവസാനിപ്പിക്കാൻ പി.വി. അൻവർ ശ്രമിക്കുകയും ചെയ്യുന്നു. ആ ചർച്ചകൾക്ക് ഇപ്പോൾ വീണ്ടും ജീവൻ വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവില്ലാതെയാണ് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. നിലമ്പൂരിൽ VS ജോയി ഒപ്പം തന്നെ ഹരിയാണ ഷൗക്കത്ത് അടക്കമുള്ള നേതാക്കൾ രംഗത്തുണ്ട്. ഇവരെയൊക്കെ എങ്ങനെ അനുനയിപ്പിക്കും? അതോ ഈ സീറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിലൊരു ഫോർമുല മുന്നോട്ട് വെക്കുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതായിരിക്കുന്നു. എന്തായാലും 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം പി.വി. അൻവർ വീണ്ടും കോൺഗ്രസ് പാളത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. തിരിച്ച് കോൺഗ്രസിലേക്ക് എത്തുകയാണ് പി.വി. അൻവർ എന്ന് പറയുമ്പോൾ തന്ത്രപ്രധാനമായ നീക്കം നടത്തിയിരിക്കുന്നു. അതും സംസ്ഥാന നേതൃത്വം KPCC അറിയാതെ ഈ നീക്കത്തിന്, ഈ സുപ്രധാന നീക്കത്തിന് ആരാണ് മിഥുൻ നേതൃത്വം നൽകിയത്? ഭവ്യ, നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലാണ് അദ്ദേഹം കെ.സി. വേണുഗോപാലുമായി ഡൽഹിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയത്. വ്യാഴാഴ്ചയായിരുന്നു ഈ ഒരു കൂടിക്കാഴ്ച. രാവിലെയോടുകൂടി ഡൽഹിയിലെത്തിയ രമേശ് ചെന്നിത്തല നേരത്തെ നമുക്കറിയാം ഈ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഡൽഹിയിലെത്തിയതെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. ഈ വേളയിൽ തന്നെയാണ് പി.വി. അൻവറുമായി ഒപ്പം അദ്ദേഹം കാറിൽ വരുന്നു, കെ.സി. വേണുഗോപാലിന്റെ വസതിയിലേക്ക് എത്തുന്നു, തുടർന്ന് കൂടിയാലോചനകൾ നടത്തുന്നു. അതിനു മുമ്പും
കെ.സി. വേണുഗോപാലുമായി പി വി അൻവർ നിരവധി തവണ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പി വി അൻവറിനെ കോൺഗ്രസിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ചുക്കാൻ പിടിക്കുന്നത് അത് രമേശ് ചെന്നിത്തലയാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമീപകാലത്ത് നടക്കുന്ന വിഷയങ്ങൾ, ചാണ്ടി ഉമ്മനുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, ആ വിഷയങ്ങൾ പ്രതിപക്ഷ നേതാവിനെതിരെ രംഗത്ത് നിൽക്കുമ്പോൾ കൂടിയാണ് മുൻ പ്രതിപക്ഷ നേതാവിന്റെ മുൻകൈ എടുത്തുകൊണ്ട് പി വി അൻവറിനെ പാളയത്തിലേക്ക് കൊണ്ടുവരാൻ, കോൺഗ്രസ് പാളയത്തിലേക്ക് കൊണ്ടുവരാൻ സജീവമായ നീക്കം നടത്തുകയും ചെയ്യുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ മാത്രമാണ് നടക്കുന്നത് എന്നുള്ള കാര്യമായിരിക്കും പ്രധാനമായും നേതാക്കൾ ഉന്നയിക്കാൻ പോകുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഭവ്യ, 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം പി വി അൻവർ വീണ്ടും കോൺഗ്രസിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ്. അതിന്റെ അവസാന ഘട്ടക ചർച്ചകളിലേക്ക് എത്തിയിരിക്കുന്നു. നേരത്തെ KPCC അധ്യക്ഷൻ വ്യക്തമാക്കിയതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടി ആലോചിച്ച് തീരുമാനമെടുക്കും. ഹൈക്കമാൻഡാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കെ.സി. വേണുഗോപാലുമായിട്ടുള്ള ഈ ഒരു ചർച്ച പ്രസക്തമാവുകയും ചെയ്യുന്നത്.